വിശദമായ റിപ്പോർട്ടിലേക്ക്. മുൻമന്ത്രി കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വീടുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. റെയ്ഡിൽ ബാബുവിന്റെ വീട്ടിൽ നിന്നും 1.5 ലക്ഷം രൂപയും ബാബുവിന്റെ ബിനാമിയും വ്യവസായിയുമായ മോഹൻദാസിന്റെ വീട്ടിൽ നിന്ന് 6.5 ലക്ഷം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. ബാബുവിന് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായും പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുമായി വഴിവിട്ട ബന്ധമെന്നും ആരോപണം. അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടിയും സുധീരനും തയ്യാറായില്ല. ബാർ ലൈസൻസ് പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉൾപ്പെടെ കെ ബാബു 100 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് വിജിലൻസ് മധ്യമേഖല SP നേരത്തെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ബാബുവിന് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായും പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുമായും ബന്ധമുണ്ടെന്നും കേരളത്തിന് അകത്തും പുറത്തുമായി ബിനാമി സ്വത്തുക്കളുണ്ടെന്നും മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ച FIR-ൽ വിജിലൻസ് ബോധിപ്പിച്ചിരുന്നു. തുടർന്ന് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നത്. ബാബുവിന്റെയും 2 പെൺമക്കളുടെയും വീടിന് പുറമെ ബിനാമികളായ മോഹൻദാസ്, ബാബുറാം എന്നിവരുടെ വീട്ടിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ തനിക്കെതിരായ നടപടികൾ പകപോക്കലാണെന്നും മോഹൻദാസുമായും ബാബുറാമുമായും ഇടപാടില്ലെന്നുമായിരുന്നു ബാബുവിന്റെ പ്രതികരണം. വിജിലൻസിന്റെ FIR-ൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇതൊരു പകപോക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേനിയിൽ 120 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ തെറ്റാണ്. അതല്ലാതെ എനിക്ക് ഒരു ബന്ധമില്ല, ഒരു സ്വത്തും എനിക്കില്ല. റെയ്ഡിൽ ബാബുവിന്റെയും മോഹൻദാസിന്റെയും വീട്ടിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ വിജിലൻസ് കണ്ടെടുത്തു. നിർണായകമായ നിരവധി രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാബുവിനെതിരെ കേസ്. വിജിലൻസ് ആണ് കേസെടുത്തത്. റിയൽ എസ്റ്റേറ്റുകാരായ 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുൻമന്ത്രി കെ ബാബു 1-ാം പ്രതിയും കുമ്പളം സ്വദേശി ബാബുറാം, തൃപ്പൂണിത്തുറ സ്വദേശി മോഹനൻ എന്നിവരെ 2ഉം 3ഉം പ്രതികളുമാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് നിരവധി വിവരങ്ങൾ ലഭിച്ചതായി FIR-ൽ പറയുന്നു. ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും പൊതുരംഗത്തെത്തിയ ബാബുവിന് ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. മന്ത്രി എന്ന നിലയ്ക്കുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഇവയൊക്കെ ആർജിച്ചത്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായും ബിസിനസ് ഗ്രൂപ്പുകളുമായും ബാബുവിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്. കേരളത്തിനകത്തും പുറത്തും ബിനാമി സ്വത്തുക്കളുമുണ്ട്. തേനിയിലെ 120 ഏക്കർ തോട്ടം ഇതിന് തെളിവായി FIR ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ 2ഉം 3ഉം പ്രതികളാക്കി ചേർത്തവർ ബാബുവിന്റെ ബിനാമികളാണ്. പറയത്തക്ക വരുമാനമൊന്നുമില്ലാതിരുന്ന ഇവർ ഇന്ന് ആർഭാട ജീവിതം നയിക്കുന്നു. ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ കോടികളുടെ സ്വത്ത് ഇവർക്കുമുണ്ട്. ഇവർ ഇപ്പോൾ നടത്തുന്ന വൻകിട ബിസിനസ് സംരംഭങ്ങളിൽ ബാബുവിനും പങ്കാളിത്തമുണ്ടെന്ന് FIR പറയുന്നു. മകൾ ആതിരയുടെ ഭർത്തൃപിതാവ് രവീന്ദ്രന്റെ പേരിൽ 45 ലക്ഷത്തിന്റെ ആഡംബര കാർ വാങ്ങി. എന്നാൽ ബാർകോഴ ആരോപണം ഉയർന്നപ്പോൾ അത് ജാസ്മിൻ എന്നയാളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി. മന്ത്രി എന്ന നിലയിൽ ലഭിച്ച ശമ്പളം മാത്രമായിരുന്നു ബാബുവിന്റെ വരുമാനം. മാത്രമല്ല, ബാബുവിന്റെ പേരിൽ ബാങ്ക് വായ്പകളൊന്നുമില്ല. എറണാകുളത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പങ്കാളിത്തം, തൊടുപുഴയിൽ ലോക്ക് ബ്രിക്ക് ബിസിനസ്, റോയൽ ബേക്കറി ഗ്രൂപ്പിൽ ബിസിനസ് പങ്കാളിത്തം തുടങ്ങി മുൻമന്ത്രിയുടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച പട്ടിക തന്നെ FIR-നൊപ്പം ചേർത്തിട്ടുണ്ട്. FIR കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. അഴിമതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് ചെയ്യുന്നത് വിജിലൻസിന്റെ പണിയാണെന്നും ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്വേഷണം തെളിവ് നേടിയുള്ള ഒരു യാത്രയല്ലേ അന്വേഷണം എന്ന് പറയുന്നത്. അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു നയമാണല്ലോ. ആ നയം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിജിലൻസ് പല കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. വിജിലൻസിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ എക്സ്ക്ലൂസീവ് ബാർകോഴ ഇടപാടിൽ കെ ബാബുവിനെതിരെ വിജിലൻസ് കോടതിയിൽ നിലപാട് എടുക്കരുതെന്നാവശ്യപ്പെട്ട ബാബുവിന്റെ ഇടനിലക്കാരനായ ടോജോ തന്നെ സമീപിച്ചിരുന്നതായി പൊതുപ്രവർത്തകനായ ജോർജ് വട്ടുകുളം. ബാബുവിനെതിരെ വിജിലൻസ് കോടതിയെ സമീപിച്ച ജോർജ് വട്ടുകുളം പീപ്പിൾ TVയുടെ ന്യൂസ് ആൻഡ് വ്യൂസിലാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. 50 ലക്ഷം രൂപ ബാബുവിന്റെ ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്തുവെന്നും വട്ടുകുളം വെളിപ്പെടുത്തി. ബാർകോഴ കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഇടനിലക്കാരൻ വഴി കെ ബാബു കോഴ വാഗ്ദാനം ചെയ്തെന്ന വാദവുമായി പരാതിക്കാരൻ ജോർജ് വട്ടക്കുളം. കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള പീപ്പിൾ TV ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലാണ് ജോർജ് വട്ടക്കുളത്തിന്റെ വെളിപ്പെടുത്തൽ. അന്ന് കെ ബാബുവിന്റെ ഒരു ബിനാമിയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോ ആയിട്ടുള്ള ആരാണ് ഒരു ട്രോജോ? ആ ട്രോജോ എന്ന് പറയുന്ന വ്യക്തി എന്നെ അന്വേഷിച്ച് വന്നു. എൻ്റെ വീട്ടിൽ ഒരു ആളെ വിട്ട് അന്വേഷിച്ച് ഇത് എങ്ങനെ തീർക്കാൻ പറ്റും, എന്ത് ചെയ്യണം എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ബിനാമികളില്ലേ, ഇവർക്ക് ബിനാമികളില്ലേ? കെ ബാബു ആലോചിച്ച് നോക്കണം. കെ ബാബുവിന്റെ ആരാണ് ഈ ട്രോജോ? ഈ ട്രോജോ എന്ന് പറയുന്ന അങ്കമാലിയിലോ മറ്റോ താമസിക്കുന്ന ട്രോജോ, ഞാൻ പറഞ്ഞു കേട്ടത് എന്തോ തുറമുഖ കോൺട്രാക്ടറോ അങ്ങനെ എന്തോ ആണെന്നൊക്കെയാണ് കേട്ടത്. 50 ലക്ഷം രൂപ എനിക്ക് തരാമെന്നാണ് പറഞ്ഞതെന്ന്. UDF സർക്കാരിന്റെ വിജിലൻസ് എടുത്ത കേസിൽ അന്വേഷണം അട്ടിമറിച്ചത് R നിശാന്തിനി IPS ആണ്.
വിജിലൻസ് കോടതി ഉത്തരവ് പ്രകാരം 45 ദിവസം ത്വരിത പരിശോധന നടന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി കേസിൽ കുരുങ്ങുമായിരുന്നുവെന്നും ജോർജ് വട്ടക്കുളം പറഞ്ഞു. ബാബുവിനെ സംരക്ഷിക്കുന്ന വിധമുള്ള ത്വരിത പരിശോധന നടത്തി അന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആർ നിശാന്തിനിയായിരുന്നു തന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. ശക്തമായ അന്വേഷണം നടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ഇന്ന് റെയ്ഡിൽ പിടികൂടിയ പലരെയും വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് നിശാന്തിനി അന്ന് നൽകിയത്. ബിനാമികൾക്കെല്ലാം ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു നിശാന്തിനിയെന്നും വട്ടക്കുളം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. മുൻ മന്ത്രിമാർക്കെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം വ്യക്തിവിരോധം തീർക്കാനാണെന്ന് കരുതുന്നില്ലെന്ന് മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ജോലിക്കിടെ സർക്കാർ ജീവനക്കാർ ഓണാഘോഷം നടത്തേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. സതുദ്ദേശപരമായിട്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് ഡയറക്ടർ വ്യക്തിവിരോധം തീർക്കുകയാണെന്ന KM മാണിയുടെ ആരോപണത്തോട് ശക്തമായ രീതിയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഒരു വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടർ പുറപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സാധാരണഗതിയിലുള്ള നടപടികളിലേക്ക് അദ്ദേഹം നീങ്ങിയതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ബാബുവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം വേണ്ടതില്ല അവർക്ക്. ജീവനക്കാർ ജോലി സമയത്ത് ഓണാഘോഷം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞത് സദുദ്ദേശപരമായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഓണാഘോഷം നമ്മളെല്ലാവരും നടത്തുന്ന കാര്യമാണ്, അത് നടത്തേണ്ടതുമാണ്. ഓണത്തിന് പൂവിടൽ എല്ലാവരും നടത്താറുണ്ട്, അതും നല്ലതാണ്. ഇതിലൊന്നും എനിക്ക് തർക്കമില്ല. അത് അക്കാര്യത്തെ ഒന്നും ഞാൻ എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഓണത്തിന് ധാരാളം ഒഴിവ് ദിവസമുണ്ട്. കാലത്ത് നോക്കിയാൽ കാണാമല്ലോ ഓണത്തിൻ്റെ ദിവസങ്ങൾ എത്രയാണ് വരുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിന് ഒരു പ്രയാസമില്ല. പക്ഷെ ഓഫീസ് സമയത്ത് എല്ലാവരും കൂടി വട്ടോട്ട് പൂക്കളം ഇടാൻ നിൽക്കരുത്. ഓഫീസ് സമയം ഒഴിവാക്കിയിടാം, അതിടാമല്ലോ സാധാരണഗതിയിൽ. സർക്കാർ ചടങ്ങിൽ മതചിഹ്നങ്ങൾ ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. നിലവിളക്ക് മതചിഹ്നമായി മാത്രം കാണാനാകില്ല. ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായി VS അച്യുതാനന്ദൻ സ്ഥാനമേറ്റെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ RSS നടത്തുന്ന ആയുധ പരിശീലനം അവസാനിപ്പിക്കണമെന്ന് കോടിയേരി. RSS അമ്പലങ്ങളെ ആയുധ പരിശോധനയ്ക്ക് ഉപയോഗിച്ചാൽ IS പള്ളികളിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും കോടിയേരി പറഞ്ഞു. പത്തനംതിട്ടയിൽ BJP വിട്ട് CPIM-ൽ ചേർന്നവർക്കുള്ള സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുധ പരിശീലനം സമ്മതിക്കരുത്. ക്ഷേത്ര കോമ്പൗണ്ടുകൾ പൂർണ്ണമായും വിശ്വാസികൾ അവർക്ക് മാത്രമുള്ളതായിരിക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് വിട്ടുകൊടുക്കാൻ പാടില്ല.